ഹലോ എവരിവൺ, നമുക്ക് ഇന്നൊരു വെണ്ടക്കായ ഉപ്പേരി ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ഇടുക. ശേഷം ഒരു സവോള നൈസായി അരിഞ്ഞത്, 5 പച്ചമുളക് എന്നിവ ചേർക്കുക. ഈ സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം അത് നന്നായി വഴറ്റുക. സവോള ഒന്ന് സോഫ്റ്റായാൽ മാത്രം മതി. സവോള ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർക്കാം. ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു ചേഞ്ചിനായിട്ട് വെണ്ടക്കായ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ആ കൊഴുപ്പ് മാറാനായിട്ട് നമ്മളെപ്പോഴും പാത്രം തുറന്ന് വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. അടച്ചു വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കൊഴുപ്പ് മാറില്ല. അപ്പോൾ തുറന്ന് വെച്ച് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അതിനുശേഷം അത് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്കൊരു 2 പിടി നാളികേരം ചിരവിയതും അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഇട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് നേരം നന്നായി വഴറ്റുക. അതിൻ്റെ കൊഴുപ്പെല്ലാം മാറി അത് വിട്ടുവരും. ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ അത് അത്യാവശ്യം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാൻ എടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.